പ്രായപൂർത്തി എത്തിയാൽ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം, മോനെ മോളെ നീ ചെറിയ കുട്ടിയല്ലപ്പോ, നീ പ്രായപൂർത്തി എത്തിയാൽ മോനാണ് മോളാണ്, നിനക്ക് ഇന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, നീ ഇങ്ങനെ സൂക്ഷിക്കണം, വീട്ടിൽ അന്യ ആണുങ്ങൾ അവിടെ പോയി ഇരിക്കരുത്. ഇപ്പൊ എളാപ്പാന്റെ മോനല്ലേ, ഉത്താപ്പാന്റെ മോനല്ലേ, ജ്യേഷ്ഠത്തിന്റെ മോനല്ലേ, നിങ്ങളെ മോളും നിങ്ങളെ ജ്യേഷ്ഠത്തിന്റെ മോനും ഒപ്പം ബൈക്കിൽ പോകാൻ പറ്റുമോ? എന്റെ ആങ്ങളല്ലേ? ഏയ് കോളേജിലേക്ക് കൊണ്ടുവന്നാക്കാൻ വരും, ആരറിയത്? എന്റെ ആരത്? എന്റെ ആങ്ങളറിഞ്ഞ ഉമ്മാന്റെ അനിയത്തിന്റെ മോന്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോന് അല്ലെ? തെക്കൻ കേരളത്തിലൊക്കെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോൻ അനിയത്തിന്റെ മോളെ കല്യാണം കഴിച്ച ഭയങ്കര അപകടമായി. ഇസ്ലാമിൽ ഒരു അപകടമല്ല. പിന്നെ പ്രേമിച്ച് ഒപ്പം കൂടിയിട്ട് കുടുങ്ങിയ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല, തെക്കൻ കേരളത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കില്ല. ജ്യേഷ്ഠത്തിന്റെ മോൻ അനിയത്തിന് അല്ലേ? തൃശ്ശൂരൊക്കെ അങ്ങനെയല്ലേ സ്വഭാവം? ഇസ്ലാമിലുള്ളത് അവർ ഏട്ടന്റെ അനിയന്റെ മക്കൾ പരസ്പരം കല്യാണം കഴിക്കാൻ പാടില്ല, പാടില്ല എന്നാണ് തെക്കൻ കേരളത്തിൽ അവർ മനസ്സിലാക്കിയത്. അപ്പൊ അവർ കന്യ പുരുഷന്മാരാണെന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ജ്യേഷ്ഠത്തിന്റെ മോൻ വന്നു, എടി നിന്റെ പേനം നോക്കാം, നമ്മളെ മടി തളിച്ച് പേൻ നോക്കിയിരിക്കുക അല്ലെ? പിടിക്കലും വലിക്കലും കളിക്കലും കല്യാണ തലേന്നൊക്കെ എന്തെല്ലാം നടക്കുന്നത്, ചിലപ്പോൾ കൂടെ തന്നെ കിടക്കലും ഇരിക്കലും, ഓന്റെ ബൈക്ക് കയറലും പുറത്തു കയറലും അല്ലെ? ഇതെല്ലാം നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളുമായുള്ള ബന്ധത്തിൽ നീ പെണ്ണാണ്, നീ അവനെ സ്പർശിക്കും, നീ ആണാണ് പെൺകുട്ടികൾ പോകാൻ പെൺകുട്ടികളകത്ത് പോകാം, ആൺകുട്ടികൾ ഇങ്ങോട്ട് പോവാം. അതൊക്കെ വീട്ടിൽ നമ്മൾ ശീലിപ്പിക്കണം. അത് ഉമ്മാക്കന്നത് ഉണ്ടാവില്ല. ഉമ്മ ഭർത്താവിന്റെ അനിയനോടും ഏട്ടനോടും ഒക്കെ കളിക്കുണ്ടാവും, അവരെ കുട്ടികളും കളിക്കൂലേ? ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോട് അനിയത്തിന്റെ ഭർത്താവിനോടൊക്കെ തുള്ളിയും പിടിച്ചും കളിച്ചൊക്കെ ചിരിക്കുണ്ടാവും, അവരെ കുട്ടികളും കളിക്കൂലേ? അപ്പൊ അന്യ പുരുഷൻ ആരാണ് എന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾ കുറച്ച് പ്രായപൂർത്തി എത്തിയാൽ ഒരു 10-12 വയസ്സ് പെൺകുട്ടികൾക്ക്, ചില പെൺകുട്ടിയൊക്കെ 9-10 വയസ്സാകുമ്പോൾ തന്നെ അർത്ഥം ഉണ്ടാവും. അതൊരു പ്രായപൂർത്തിയായി, അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമായി, ഒരു മരിച്ച അള്ളാന്റെ ചോദ്യത്തിന് വിധേയമായി. കുട്ടിയല്ലേ, സാരില്ല എന്നുള്ള ആനുകൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് പഠിപ്പിക്കാത്തത് കൊണ്ട് എന്താ അറിയോ? അമ്മാവന്റെ മകനും, അമ്മാവെന്ന് ഉമ്മാന്റെ ആങ്ങളന്റെ മോനും, അമ്മായി എന്നൊക്കെ പിന്നെ ഈ നാദാപുരത്തേർക്കും കടത്തൂർക്കാർക്കൊന്നും അമ്മായി പറഞ്ഞ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. വാപ്പാന്റെ പെങ്ങള് എന്താ പറയുമെങ്കിൽ അത് വാപ്പാന്റെ പെങ്ങളെ മോന്, അതുപോലെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോന്, അനിയത്തിന്റെ മോന്, ഇതൊക്കെ അന്യ പുരുഷന്മാരാണ് എന്ന ധാരണ നമ്മുടെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, കല്യാണം കഴിഞ്ഞാൽ പുതിയ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പളുടെ ജ്യേഷ്ഠന്മാരൊക്കെ വന്നിട്ട് അവൾക്ക് ക്ഷയിക്കേണ്ടി കൊടുക്കും അല്ലേ? കണ്ടില്ലേ പല കല്യാണ സാഹചര്യം? പാടുണ്ടോ? അത് പാടില്ല. കൈ കൊടുക്കാൻ അവൾ മടിച്ചാൽ അന്നെ അവളെ ചിലപ്പോൾ തലാക്കിയിരിക്കണം അല്ലെ? എന്നിട്ടടി കൈ അവനെ കൊണ്ടാ ഈ കുടുംബം നടക്കണേ, നീ തൊഴിലല്ലേ, എന്തെല്ലാം ബഹളായിരിക്കും. പാടുണ്ടോ? അല്ലെങ്കിൽ കല്യാണ ദിവസം ഒരുപാട് പ്രദർശനമാണല്ലോ, പെണ്ണിനും ചെക്കനും ഇങ്ങനെ പ്രദർശിപ്പിക്കുക, എന്നിട്ട് എല്ലാവരും നോക്കിയിരിക്കുക. പാടുണ്ടോ? അത് പെണ്ണുങ്ങളെ ഭാഗത്തിരിക്കുക, ആണിന്റെ ഭാഗത്തിരിക്കുക. ആണും പെണ്ണും ഒന്നിച്ച് മൊത്തം സദസ്സിൽ വന്നിരിക്കുന്നത് ശരിയല്ല. അടുത്ത കുടുംബങ്ങൾ മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കല്യാണത്തിന്റെ മുമ്പ് നിശ്ചയത്തിന്റെ അന്ന് പോലും ഒരു മാലടലും ഒരു മോതിരലും എന്നിട്ട് ക്യാമറ പാർത്തലും എല്ലാവരും നോക്കി ആസ്വദിക്കലും പെണ്ണൊരു പ്രദർശന വസ്തുവാക്കി മാറ്റൽ, ഇതെല്ലാം തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. ഇതെല്ലാം പഞ്ഞ സമുദായങ്ങളിൽ നിന്നും നമ്മളിലേക്ക് പകർന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ പറ്റി പല ആൾക്കും ഒരു ധാരണയില്ല. ഇസ്ലാമിക വേഷം അനുവദിക്കോ നമ്മൾ ചോദിക്കണം. ആണും പെണ്ണും കൂടുതൽ മിംഗ്ലിങ്ങിനുള്ള ചാൻസ് അവിടെ ഉണ്ടോ അന്വേഷിക്കണം. കുട്ടികൾക്ക് നിസ്കരിക്കാനും ജുമയ്ക്ക് പോകാൻ കഴിയോ നോക്കണം. ഇതൊന്നും അവിടെ നല്ല എഡ്യൂക്കേഷനാ. അവിടെ ഇംഗ്ലീഷ് നല്ല സംസാരിക്കും, ക്യാമ്പസിൽ ഇംഗ്ലീഷ് ഇല്ലാതെ മിണ്ടാൻ പാടില്ല, വലിയ കാര്യമായി. എന്നിട്ട് അവർത്തും കാണിച്ച് കുട്ടികൾ പോവുക. നിസ്കരിക്കാൻ കൂടി സൗകര്യമില്ല, രാവിലെ 7 മണിക്കൂർ വൈകുന്നേരം 7 മണിക്കൂർ ലോഹറുമില്ല, അസറുമില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് സഹോദരി? നമ്മൾ ചിന്തിക്കണം. അള്ളാഹു പറഞ്ഞു നിങ്ങളെ കുട്ടിനെ പ്ലസ് 2 പഠിപ്പിച്ചോ അല്ലെങ്കിൽ SLC പഠിപ്പിച്ചോ എന്ന് ചോദിക്കൂല. ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ, നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ, ഈമാൻ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ, ഇസ്ലാം ഒക്കെ ചോദിക്കും. മറ്റേ ദുനിയാവിന് വേണ്ടി നമ്മൾ പഠിപ്പിക്കണം. അത് നമ്മുടെ ദീനിന് തടസ്സമാകരുത്.